ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള നല്ലൊരു ഹെൽത്തി ചക്ക കേക്കാണ്. ഞാൻ കേക്ക് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടോ. നിങ്ങൾക്ക് നമ്മുടെ കേക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇതിൻ്റെ സ്ട്രക്ചറിലൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ട് അല്ലേ? അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനും നിങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റുമാണ്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അരിപ്പയിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇല്ലെങ്കിൽ അപ്പ സോഡ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. ഒരു 3 പ്രാവശ്യയിലും അരിച്ചെടുക്കണം കേട്ടോ. എന്നാലുള്ളൂ നമ്മുടെ കേക്കൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. നമ്മൾ 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുന്നുണ്ട്. നല്ല പഴുത്ത ചക്ക 6 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്കിത് ഒരു 1/4 കപ്പുള്ള ആവശ്യം. അപ്പോൾ നമുക്ക് 1/4 കപ്പ് അളന്നെടുക്കാം കേട്ടോ. നമ്മളിവിടെ കേക്ക് ഉണ്ടാക്കാൻ ബീറ്റർ യൂസ് ചെയ്യുന്നില്ല, മിക്സിയുടെ ജാറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. പൊടിച്ച പഞ്ചസാര ഒന്നിച്ചിടാതെ അല്പാൽപമായി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഓയിൽ ഒഴിച്ചാൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ. നല്ല ക്ലീനായ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയുടെ മിക്സ് അല്പാൽപമായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ചക്കയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഗോതമ്പ് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. നമ്മൾ ഈ കുക്കറിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ബബിൾസൊക്കെ പോവാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കുക്കറിൽ ബേക്ക് ചെയ്യുമ്പോൾ വിസിലിടാതെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുക. ഇനി നമ്മളൊരു പഴയ പാന് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കിയിരുന്നു. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 25 മിനിറ്റ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. 35 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴാണ് നമുക്ക് കിട്ടിയ പണി മനസ്സിലായത്. ഈ അടപ്പിലെ വെള്ളത്തുള്ളികളൊക്കെ നമ്മുടെ കേക്കിലേക്ക് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇതുപോലെ ആയിട്ടോ. ടൂത്ത് പിക്ക് വെച്ച് നോക്കിയപ്പോൾ നമ്മുടെ കേക്കൊക്കെ എല്ലായിടത്തും നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്, നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ കുക്കറിലാണെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക.
നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ്. അവരും ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ചക്ക കൊണ്ട് ഗോതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മലബാർ രുചിക്കൂട്ട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക്